ഫാദർ ആർമണ്ട് മാധവത്തിനെ ദൈവദാസനായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് ഇന്ന് നടക്കും. സീറോ മലബാർ സഭയ്ക്ക് മലബാറിൽ നിന്നുള്ള ആദ്യത്തെ ദൈവദാസനാണ് ഫാദർ ആർമണ്ട്. കപ്പൂച്ചിൻ സീറോ മലബാർ സഭയ്ക്ക് മലബാറിൽ നിന്നുള്ള ആദ്യത്തെ ദൈവദാസനാവുകയാണ് ഫാദർ ആർമണ്ട് മാധവത്ത്. 1930 നവംബർ 25 പാലാ മരങ്ങാട്ട് പള്ളിയിലാണ് ഫാദർ ആർമണ്ട് ജനിച്ചത്. 1960 മാർച്ച് 25 പുരോഹിതനുമായി. 1996 കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിൽ വിമലഗിരി ധ്യാനകേന്ദ്രം സ്ഥാപിച്ചാണ് മലബാറിൽ ആത്മീയ നവോത്ഥാനത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചത്. ഇരിട്ടി മേഖലയിലെ എല്ലാ വീടുകളിലും നടന്നെത്തി പ്രേക്ഷിത പ്രവർത്തനം നടത്തിയ ഫാദർ ചുരുങ്ങിയ കാലം കൊണ്ട് എല്ലാ മതസ്ഥർക്കും സ്വീകാര്യനുമായി. ഓലമേഞ്ഞ ചെറിയ കെട്ടിടത്തിൽ ആരംഭിച്ച ധ്യാനകേന്ദ്രം ഇന്ന് കണ്ണൂർ ജില്ലയിലെ അറിയപ്പെടുന്ന കപ്യൂച്ചിൻ ധ്യാനകേന്ദ്രമായി വളർന്നത് ഫാദർ ആർമണ്ടിന്റെ ശ്രമഫലമായിട്ടാണ്. 2001 ജനുവരി 12 71-ാമത്തെ വയസ്സിൽ പാട്ടാരത്തെ ഒറ്റമുറി വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. അച്ഛനെ പറ്റി എനിക്ക് പറയാനുള്ളത് നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ, കാപട്യമൊന്നുമില്ലാത്ത നിഷ്കളങ്കനായ, അതുപോലെ പ്രാർത്ഥനയുടെ മനുഷ്യൻ, ഒരു ദൈവമനുഷ്യനായിരുന്നു അദ്ദേഹം. വചനം ആത്മാവിൽ നിറഞ്ഞ് ഉള്ള വചന ശുശ്രൂഷ. അദ്ദേഹം വലിയ വാഗ്മിയോ പണ്ഡിതനോ ഒന്നും ആയിരുന്നില്ല, ഒരു സാധാരണ വൈദികൻ. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി തീക്ഷ്ണതയോടുകൂടി അദ്ദേഹം ശുശ്രൂഷ ചെയ്തിരുന്നു. അതുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള കമ്മ്യൂണിക്കേഷനായിരുന്നു അദ്ദേഹത്തിൻ്റെത്. വിശുദ്ധരുടെ നാമകരണ നടപടികളിൽ 4 പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ ആദ്യത്തേതാണ് ദൈവദാസ പദവി. ദൈവദാസ പദവിയിലേക്ക് ഉയർത്തുന്ന വ്യക്തിയുടെ ജീവിതകാലത്തുള്ള പ്രവർത്തനങ്ങൾ പരിഗണിച്ച് റോമിൽ നിന്നാണ് ദൈവദാസനായി പ്രഖ്യാപനം നടത്തുന്നത്. വളരെ കുറഞ്ഞ കാലം മലബാറിൽ സേവനമനുഷ്ഠിച്ച ആർമണ്ടച്ചൻ തന്റെ ലളിത ജീവിതവും പാവങ്ങളോടുള്ള കരുതലും ആർദ്രമായ സംസാര ശൈലിയും കൊണ്ടാണ് സാധാരണക്കാരായ വിശ്വാസികൾക്ക് ഏറെ പ്രിയങ്കരനായി മാറിയത്. ദൈവദാസ പദവി പ്രഖ്യാപനം ഉച്ചയ്ക്ക് 2 നടക്കും. ന്യൂസ് മലയാളം, കണ്ണൂർ.